നാം ധാരാളം ഭാഗവതം കേട്ടിട്ടുള്ളവരായിരിക്കും. കാരണം ഇന്ന് ഭാഗവത പ്രചാരം വളരെ കൂടുതലാണ്. ഭാഗവത സപ്താഹങ്ങളില്ലാത്ത നാടില്ല. മുക്കിലും മൂലയിലൊക്കെ ഇന്ന് ഭാഗവത സപ്താഹങ്ങളാണ്. അപ്പം അങ്ങനെ ഭാഗവത സപ്താഹം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരുവിധമൊക്കെ പരിചയമുണ്ട്. ഭാഗവതമാണ് അവിടെ. പിന്നെ പരിചയമുള്ളത് ഉച്ചയ്ക്ക് നല്ല ശാപ്പാടും കിട്ടും. അതാണ് കൂടുതലൊരു അട്രാക്ഷൻ ഉള്ളത്. പക്ഷെ എന്താണ് ഈ ഭാഗവതം? എന്തിനാണ് ഈ ഭാഗവതം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിന് ഒരു ദിശാബോധം, വിഷൻ കാണിച്ചു കൊടുക്കാൻ സാധിച്ചവരാണ് ഭാരതീയ ഋഷിവര്യന്മാർ. നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്വം അതാണ്. ഒരു വ്യക്തമായ ദിശാബോധം, ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മുടെ കുട്ടികൾ പാവം ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്നത് മീഡിയ, സോഷ്യൽ മീഡിയ, അതേപോലെ തന്നെ കുറേ ലിബറലിസം എന്ന പേരിൽ, സ്വാതന്ത്ര്യം എന്ന പേരിൽ കുറേ വേണ്ടാത്ത ചിന്താഗതികളിൽപ്പെട്ട്. നിങ്ങൾ നോക്കൂ, ശബരിമല നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രിയും കൂട്ടരും കൊട്ടിഘോഷിച്ച് 2-3 പെൺകുട്ടികൾ അതിൽ ഇരകളായി. അവർ പോയി നവോത്ഥാനം ഉണ്ടാക്കാൻ നോക്കി. ആ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പോയിക്കൂടാ? പീരീഡുള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ട് മലയ്ക്ക് പോയിക്കൂടാ? ഇന്നിപ്പോൾ പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ്? ആർക്കും വേണ്ടാത്തവരായി. ഇന്നിപ്പോൾ ഒരു മുഖ്യമന്ത്രി അവരുടെ കൂടെ ഇല്ല, ഒരു പോലീസുകാർ അവരുടെ കൂടെ ഇല്ല, അവരെ കൊട്ടിഘോഷിച്ച് പൊക്കി നടന്നവരാരുമില്ല, അവർക്ക് വേണ്ടി മതിൽ കെട്ടിയവരുമില്ല, ചുമര് കെട്ടിയവരുമില്ല, ആരുമില്ല. ആർക്കും വേണ്ടാത്തവരായിപ്പോയി. ഇതാണ് നമ്മുടെ തലമുറ കുട്ടികൾ അറിയാത്തത്. ആവേശം തരാൻ പലരും ഉണ്ടാവും. ഒറ്റപ്പെട്ടു പോയാൽ ആരും കൂടെയില്ല. ശരിയല്ലേ ഇത്? അതൊരു ശബരിമല ഒരു എക്സാമ്പിൾ മാത്രം. ഇത് നമ്മുടെ തലമുറകൾ, കുട്ടികൾ അറിയുന്നില്ല. അവരൊരു ആവേശത്തിൽ അങ്ങനെ പോവുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ, ഇന്നലെ പാലക്കാട് നല്ല മഴയായിരുന്നു പറഞ്ഞു. ഇന്ന് രാവിലെ മഴ പെയ്താലുള്ള വെള്ളമൊക്കെ കൂടി കുത്തി മറഞ്ഞ് അഴുക്കും എല്ലാ ചപ്പുചവറും അങ്ങനെ വെള്ളത്തിലങ്ങനെ ഒഴുകും. ഈ ഒഴുക്കിൽ പാവം കുറേ ഇലകൾ അതിൻ്റെ കൂടെ ഒഴുകും. അതിനറിയില്ല എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നതെന്ന്. ഇതേപോലെ സ്വന്തം അസ്തിത്വമില്ലാത്ത, നട്ടലില്ലാത്ത, ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലാത്ത, ഒരു ഡയറക്ഷൻ ഇല്ലാത്ത തലമുറകളായി നമ്മുടെ കുട്ടികൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർക്ക് വ്യക്തമായ ഒരു ദിശാബോധം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഭാഗവതത്തിൻ്റെ ലക്ഷ്യം അതാണ്. ഒരു ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക. ഈ വഴിക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ ജീവിതത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ, നിങ്ങളുടെ ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ ജീവിതത്തിലൊരു കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ജീവിതത്തിലൊരു ക്ലാരിറ്റി, നിങ്ങളുടെ ജീവിതത്തിലൊരു ഗൈഡൻസ്, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊരു അസറ്റാവും. അത് മറ്റുള്ളവർക്കൊരു വലിയൊരു കോൺട്രിബ്യൂഷനാവും. അതല്ല നിങ്ങളുടെ ഫ്രീഡത്തിൽ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ, നിങ്ങളുടെ ഇഷ്ടത്തിൽ. അത് നിങ്ങളുടെ ഇഷ്ടമല്ല. വാസ്തവത്തിൽ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കോലാഹലങ്ങളിൽ അങ്ങോട്ട് പെട്ടുപോകും. അപ്പം നമ്മുടെ മോഹൻലാലിൻ്റെ അവസ്ഥ പോലെ. കാര്യം ലഫ്റ്റനൻ്റ് കേണലൊക്കെയാണ്, പക്ഷെ അദ്ദേഹം ഒരു മൂവിയിൽ അഭിനയിച്ചിട്ട് അതിങ്ങനെ ഒരു പൊല്ലാപ്പാവെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ എമ്പുരാൻ അഭിനയിച്ചപ്പോൾ ഒരു തമ്പുരാനും കൂടെ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ. സമാധാനം ഇല്ലാതെ നെട്ടോട്ട് ഓടേണ്ട അവസ്ഥ വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ജീവിതത്തിൽ പലതിൻ്റെയും കൂടെ കൂടി അവസാനം സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുന്ന ഒരു സമൂഹമായി നമ്മുടെ കുട്ടികൾ മാറരുത്. ആഗ്രഹമില്ലേ? വേണോ വേണ്ടയോ? അതിനവർക്കൊരു വ്യക്തമായ ദിശാബോധം കാണിച്ചു കൊടുക്കേണ്ടതില്ലേ? വേണോ വേണ്ടയോ? അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകതയും മഹത്വവും. ഈ ഭാഗവതം എന്ന് പറയുന്ന കൃതി, ഇത് സ്വതന്ത്രമായൊരു കൃതിയല്ല. നമ്മുടെ ഭാരതത്തിൻ്റെ
ഒരു സംസ്കൃതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഋഷിവര്യന്മാർ, ഋഷി എന്ന് പറഞ്ഞാൽ തന്നെ താടിയും മുടിയൊക്കെ നീട്ടി കുറേ എന്താ പറയുക ഷെയ്വ് ചെയ്യാത്ത കുറേ ആളുകളല്ല. ഋഷി എന്ന വാക്കിന് തന്നെ അർത്ഥം ഋതം, സത്യം കണ്ടെത്തിയവരെന്നാണ്. ഋതം എന്ന വാക്കിൽ നിന്നാണ് ഋഷി എന്ന വാക്ക് വരുന്നത്. ഋതം എന്ന് പറഞ്ഞാൽ സത്യമായതിനെ ദർശിച്ചവർ, ചുരുക്കി പറഞ്ഞാൽ സത്യദർശികൾ നടത്താം. അതിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ഭാരതത്തിൽ കേവലം പുരുഷ മേധാവിത്വമല്ല ഇവിടെ ഉള്ളത്, ഇവിടെ സ്ത്രീ മേധാവിത്വമുണ്ട്. ജാബാലി, അതുപോലെ തന്നെ മൈത്രേയി, കാത്യായനി. രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശബരീദേവി സ്ത്രീയല്ലേ? ആണോ? ഒരുപക്ഷെ ജാബാലിയുടെയും മൈത്രിയുടെയൊക്കെ കഥ ഉപനിഷത്തുക്കളിലാണ് വരുന്നത്. രാമായണത്തിൽ ശബരീദേവിയുടെ കഥ വരുന്നുണ്ടല്ലോ, ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ നോക്കൂ, ആദ്യം തന്നെ രാമായണം വായിക്കാറില്ലേ? രാമായണം വായിച്ചിട്ടില്ലേ? കർക്കിടക മാസത്തിലെങ്കിലും വായിക്കാറില്ലേ? ഈ ഒരു ആഴ്ചയുടെ പ്രത്യേകത ആർക്കെങ്കിലും അറിയോ? ഇപ്പം നമ്മൾ ഈ സപ്താഹം നടത്തുന്ന ആഴ്ചയുടെ പ്രത്യേകത ആർക്കെങ്കിലും അറിയുമോ? രാമനവമി സമയമാണത്. ശ്രീരാമസ്വാമിയുടെ ഈ അവതാരം നടക്കുന്നത് ഈ ഒരു മാസം, അതായത് മീനമാസത്തിലെ പുണർദം നക്ഷത്രത്തിലാണ്. ഇപ്പം രാമനവമിയാണ് ഉത്തരേന്ത്യയിലൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രാമനവമിയുടെ സമയമാണ്, മനസ്സിലായില്ലേ? നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഭക്ഷണം കഴിക്കാത്തൊരു സമയമാണ്. അദ്ദേഹം ആചരിക്കുന്നത് രാമനവമിയാണ്. വെള്ളം മാത്രമേ കുടിക്കുള്ളൂ, ഭക്ഷണം കഴിക്കില്ല. അതാണ് രാമനവമിയുടെ സ്വഭാവം. ആളുകൾ അങ്ങനെയാണ് അനുഷ്ഠാനം ചെയ്യുക. ഇപ്പം ഈ രാമനവമി സീസണിൽ തന്നെ നമ്മളിത് പറയുകയാണ് രാമായണത്തെക്കുറിച്ച്. ഇപ്പം രാമായണത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ ശ്രീരാമസ്വാമി അവിടെ സീതാദേവിയോട് പറയുകയാണ്, നമ്മുടെ തത്വം നീ ഹനുമാന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയല്ലേ തുടങ്ങുന്നത്? ആണോ? രാമായണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശ്രീരാമൻ ഇതൊക്കെ കഴിഞ്ഞ് പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് സീതാദേവി വിളിച്ചിട്ട് പറയാണ്, ദേവി നമ്മുടെ തത്വം അറിയിക്കണം ഇവനെ. അതായത് ഹനുമാൻ സ്വാമിയോട് നമ്മുടെ തത്വത്തെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആണോ അല്ലയോ? ആണോ? അപ്പം ശ്രീരാമതത്വം പറഞ്ഞു കൊടുക്കാൻ ശ്രീരാമസ്വാമി പോലും നിയോഗിക്കുന്നത് സീതാദേവി ആവുമ്പോൾ സ്ത്രീകൾക്കുള്ള അന്നത്തെ ആ ഒരു അവരുടെ ഒരു കഴിവും സാമർഥ്യവും ഭാരതീയ ദർശനത്തിൽ എത്ര ഉണ്ടായിരുന്നു നോക്കൂ. അപ്പം അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, സത്യത്തെ ദർശിച്ചവരൊക്കെ ഋഷിവര്യന്മാരാണ്. അപ്പം അതിൽ ആണുങ്ങളുമുണ്ട്, സ്ത്രീകളുമുണ്ട്. ആർക്കും സത്യത്തെ ദർശിക്കാം എന്നർത്ഥം. അപ്പം ഈ സത്യദർശികളായിട്ടുള്ള ആളുകൾ എല്ലാവരെയും ആ സത്യദർശനത്തിലേക്ക് വഴി കാണിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ആ അറിവിനെ, അനുഭവത്തെ, അനുഭൂതിയെ അവർ പങ്കുവച്ചു. അങ്ങനെ അവർ സമൂഹത്തെ മുഴുവൻ സത്യദർശനത്തിന് പ്രാപ്തമാക്കാൻ വേണ്ടി തന്ന അറിവാണ് പിൽക്കാലത്ത് വേദം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഏത് പേരിൽ? വേദം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? വേദം എന്ന് പറയുന്ന ആ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് അറിയാലോ നിങ്ങൾക്ക്? വിദ്വാൻ എന്ന വാക്ക് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വിദ്വാൻ എന്ന് പറയുന്നത് ആരെയാണ്? അയാളൊരു വിദ്വാനാണ്. വിദ്വാൻ അറിയുന്നവൻ ആണ് വിദ്വാൻ, ആണോ? അപ്പോൾ വേദം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നാണ് അർത്ഥം, അല്ലേ? അപ്പം അറിവ്, അവർ എന്തറിവാണ്? ഋഷിവര്യന്മാർ ദർശിച്ച സത്യത്തിൻ്റെ അതിലേക്ക് മനുഷ്യനെ നയിക്കാൻ, അതിലേക്ക് എത്തിക്കാൻ അവർ കാണിച്ച മാർഗത്തെയാണ്, ആ അറിവിനെയാണ് വേദം എന്ന് പറയുന്നത്. അപ്പം വേദം എന്ന് പറഞ്ഞാൽ സത്യദർശന ജ്ഞാനം എന്നർത്ഥം. സത്യത്തെ ദർശിക്കാനുള്ള അറിവിനെയാണ് വേദം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഭാരതത്തിൽ ഇത് പഠിപ്പിക്കാനായിട്ട് ധാരാളം ഗുരുകുലങ്ങളുണ്ടായിരുന്നു. ഈ ഗുരുകുലങ്ങളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിൽക്കാലത്ത് വേദവ്യാസ മഹർഷിക്ക് തോന്നി, അന്നൊന്നും പുസ്തകങ്ങളില്ലല്ലോ, ടെക്സ്റ്റ് ബുക്കുകളില്ല. അതിനു മുമ്പ് ഓലകളും മറ്റൊക്കെ ആയിരുന്നു. അതുപോലും ആയിട്ടില്ല പ്രോപ്പർലി. അതൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. അന്നത്തെ കാലത്തൊക്കെ ശ്രുതി എന്ന് പറയുന്നത്, ശ്രുതി പറഞ്ഞാൽ ഗുരു പറയും, അത് ശിഷ്യൻ മനഃപ്പാടമാക്കുക. അത്ര ബ്രെയിൻ പവറുള്ള കാലമായിരുന്നു. അപ്പം വ്യാസഭഗവാന് മനസ്സിലായി, കാലം കൊണ്ട് ആളുകളിൽ ഈ ഓർമ്മശക്തി വളരെ കുറയും. അങ്ങനെയാണ് ശിഷ്യന്മാരിലൂടെ അദ്ദേഹം
പല ആശ്രമങ്ങളിലും അല്ലെങ്കിൽ മഠങ്ങളിലും ഗുരുകുലങ്ങളിലും ചെന്ന് ഇതെല്ലാം തയ്യാറാക്കി അങ്ങനെ ക്രോഡീകരിച്ച് വെച്ച് തയ്യാറാക്കിയപ്പോഴാണ് വേദം നമുക്ക് 4 കിട്ടിയത്. വ്യാസഭഗവാന്റെ ശരിക്കുള്ള പേര് കൃഷ്ണദ്വൈപായൻ എന്നായിരുന്നു. അദ്ദേഹം തൻ്റെ ശിഷ്യരിലൂടെ ഈ വേദസമ്പത്തിനെ എല്ലാം പലയിടത്തും കളക്ട് ചെയ്ത് ക്രോഡീകരിച്ച് അതിനൊരു ഓർഗനൈസ്ഡ് ഫോമിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പിൽക്കാലത്ത് വേദത്തെ വ്യസിച്ചവൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം ആരായത്? വേദവ്യാസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് നോക്കൂ നിങ്ങൾ. ഒരു ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, തലമുറകളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അന്ന് പല സ്ഥലങ്ങളിലും നിന്നിരുന്ന ആ അറിവിനെയൊക്കെ ശേഖരിച്ചുകൊണ്ട് അതിനെ ക്രോഡീകരിച്ച് നിലനിർത്താൻ സാധിച്ച ആ വ്യാസപ്രതിഭയെ എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. ഇന്ന് നമ്മുടെ ഹിന്ദുമതം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ ആരാണ്? വ്യാസഭഗവാനാണ്. അതുകൊണ്ടാണ് വർഷത്തിലൊരിക്കൽ നമ്മൾ വ്യാസപൂർണിമ ആഘോഷിക്കുന്നത്. എല്ലാ ജൂലൈ മാസത്തിലും വ്യാസപൂർണിമ. നമ്മൾ അത്ര കടപ്പെട്ടിരിക്കുന്നു. ആരോട്? വ്യാസരോട്. പിന്നീട് വ്യാസഭഗവാൻ നമുക്ക് മഹാഭാരതം തന്നു. അതിനു മുമ്പ് നമുക്ക് ഇതിഹാസമായിട്ട് ഒരു ചരിത്ര സംഭവത്തെ ആഖ്യാനം ചെയ്യുന്ന രാമായണ ചരിത്രം വാത്മീകി മഹർഷി തന്നു. അതിനുശേഷം മറ്റൊരു ചരിത്രം വളരെ വിസ്തരിച്ച് എഴുതപ്പെട്ടത് വ്യാസഭഗവാനാണ്. വ്യാസഭഗവാൻ തൻ്റെ ശിഷ്യനായ, അല്ലെങ്കിൽ ശിഷ്യൻ എന്ന് പറയാൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ റൈറ്ററായ ഗണപതി ഭഗവാനെ കൊണ്ട് എഴുതിച്ച കൃതിയാണ് ഏത്? മഹാഭാരതം. ആ മഹാഭാരതത്തിലാണ് തൻ്റെ തന്നെ കഥയാണ് മഹാഭാരതം. ഒരു ഓട്ടോബയോഗ്രഫി എന്ന് വേണമെങ്കിൽ പറയാം. തൻ്റെ മക്കളായ ധൃതരാഷ്ട്രൻ്റെയും പാണ്ഡവിൻ്റെയൊക്കെ കഥകളാണല്ലോ പറയുന്നത്. അതിലാണ് ഭഗവത്ഗീത വരുന്നത്. അപ്പം അതിനുശേഷം പിന്നീട് അദ്ദേഹം 17 പുരാണങ്ങൾ ശിഷ്യന്മാരെ കൊണ്ട് രചിച്ചു. എത്ര? 17 പുരാണം. ഓരോ പുരാണം എന്ന് പറഞ്ഞാൽ എത്ര ശ്ലോകങ്ങൾ പറയാം? 17,000 ശ്ലോകം, 24,000 ശ്ലോകം, 34,000 ശ്ലോകം. ഇതെങ്ങനെ വരുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. ഇത്രയും ശ്ലോകങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച്, അത്രയും എഴുതി വെച്ച വ്യാസഭഗവാന് എന്തോ ഒരു അസംതൃപ്തി, അകൃതാർത്ഥത. ഞാൻ എന്തോ ചെയ്യേണ്ടത് പൂർണ്ണമായി ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് വരുന്നില്ല. എന്തോ ഇനിയും എനിക്കൊന്ന് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോഴാണ് നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വരുന്നതും. നാരദ മഹർഷി ചോദിക്കുകയാണ്, അങ്ങ് എത്രയോ വലിയ പണ്ഡിതനാണ്, അറിവുള്ള ആളാണ്, കഴിവുള്ള ആളാണ്, പക്ഷെ അങ്ങയുടെ മുഖത്ത് നോക്കുമ്പോൾ അകൃതാർത്ഥനായിട്ടിരിക്കും. ഒരു കൃതാർത്ഥതയില്ല, ഒരു സംതൃപ്തിയില്ല, ഒരു ധന്യതയില്ല, ഒരു സാറ്റിസ്ഫാക്ഷനില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല എന്താ അതിന് കാരണം. അപ്പോൾ പറഞ്ഞു, അങ്ങ് പലതും എഴുതി വെച്ചത് ലോകത്തിൻ്റെ നന്മയ്ക്കാണ്. പക്ഷെ ലോകത്തിന് എളുപ്പം ഉപകരിക്കുന്ന ഒരു കാര്യം, അവരുടെ ജീവിതത്തെ ധന്യമാക്കാൻ എളുപ്പം വഴി കാട്ടുന്ന ഒരു കൃതി അങ്ങക്ക് ശരിക്കും എഴുതാൻ പറ്റിയിട്ടില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ കൃഷ്ണൻ്റെ കഥകളും മറ്റും ചേർത്തുകൊണ്ട്, അതായത് ഭഗവത്ഗീതയെ എടുത്തുകൊണ്ട്, ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഗീതയെ എടുത്തുകൊണ്ട്, ആ ഗീതയെ കഥാരൂപത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു കൃതി അങ്ങക്ക് രചിക്കാൻ സാധിച്ചാൽ അത് ലോകത്തിന് പരമ ഉപകാരമാവും, നന്മയാവും. അങ്ങനൊരു കൃതി അങ്ങക്ക് രചിക്കാൻ സാധിച്ചാൽ അങ്ങയുടെ ജന്മം സഫലമാവും. അങ്ങനെ നാരദ മഹർഷിയിൽ നിന്ന് കിട്ടിയ പ്രചോദനത്തിലാണ് വ്യാസഭഗവാൻ തൻ്റെ 18ാമത് പുരാണമായ ശ്രീമദ് ഭാഗവതം രചിക്കുന്നത്. ഭാഗവതത്തെ പറയാം 18ാമത് പുരാണം എന്നാണ്. എത്രാമത്തെ? പിന്നീട് വ്യാസഭഗവാൻ എഴുതേണ്ടി വന്നിട്ടില്ല. കാരണം ഈ ഒരു പുരാണത്തിലൂടെ തന്നെ അദ്ദേഹത്തിന് അത്രയും കൃതാർത്ഥത, ധന്യത, അദ്ദേഹം തന്നെ പറയുന്നത് ധന്യോസ്മി കൃതകൃത്യോസ്മി എന്നാണ്. ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതം അത്രയും കൃതാർത്ഥതയോടെ, ധന്യതയോടെ അദ്ദേഹം ജീവിച്ചു പോയി. ഇതുപോലെ മനുഷ്യർക്കൊക്കെ ഒരു കൃതാർത്ഥത വേണം, ധന്യത വേണം, സംതൃപ്തി വേണം. വേണ്ടയോ? അപ്പം അതെങ്ങനെ നമുക്കുണ്ടാക്കാൻ സാധിക്കും? നോക്കൂ, ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെടുന്നത് കഴിക്കുക, ഇഷ്ടപ്പെടുന്നത് ധരിക്കുക, ഇഷ്ടപ്പെടുന്നതൊക്കെ വാങ്ങിക്കുക, ഇഷ്ടപ്പെടുന്നതൊക്കെ ചെയ്യുക, അങ്ങനെ ഇഷ്ടങ്ങൾ സാധിപ്പിക്കുന്നതാണ്
ജീവിതത്തിലെ സന്തോഷവും സംതൃപ്തിയും എന്നൊരു ധാരണ പൊതുവേ നമ്മുടെ ഒരു യങ് ജനറേഷനിൽ, ഇന്നത്തെ ഭാഷ പറഞ്ഞ ന്യൂ ജനറേഷനിൽ വളരെ കൂടുതലാണ്. ആണോ അല്ലയോ? എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുക, എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ചോദ്യം ചെയ്യുക, എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് വേണ്ടതൊക്കെ ഇന്നിപ്പോൾ ആമസോണിൽ കൂടെ വരുത്താം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൂടെ വരുത്താം. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗിയോ ഏതിലൂടെ ഇങ്ങ് ഓർഡർ ചെയ്ത് ഞാൻ കഴിച്ചോളാം. ഇന്നിപ്പോൾ പല നമുക്ക് വാങ്ങിക്കാനുള്ള ആപ്പുകളുണ്ട്. ജീവിതം ആപ്പിലാണെന്നുള്ള വേറെ കാര്യം, എന്നാലും നമുക്ക് സൗകര്യങ്ങളൊക്കെ ധാരാളം തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫെസിലിറ്റികളൊക്കെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ അങ്ങനെ ഈ എന്താ പറയുക ഒരു മുരടിച്ച ജീവിതം നയിക്കുന്നത്? അപ്പോൾ എന്നെ അഴിച്ചു വിട്ടോളൂ, എനിക്ക് സ്വാതന്ത്ര്യം തരും. ആണോ അല്ലയോ? ഇതാണ് കുട്ടികളുടെയൊക്കെ ഒരു ധാരണ, പൊതുവേ ധാരണ. പക്ഷേ ഈ പാവം തലമുറ തിരിച്ച് ഒരു ലെവലിൽ എത്തുമ്പോഴാണ് അറിയാം, എത്ര നമ്മൾ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ നോക്കിയാലും അവസാനം എത്തുന്നത് പൂന്താനം പറയുന്നിടത്തേക്കാണ്. എന്താ പൂന്താനം പറഞ്ഞത്? 10 കിട്ടുകിൽ 100 മതി എന്നും, ശതമാകിൽ സഹസ്രം മതി എന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധം വേണമെന്നോ? ഇങ്ങനെ മനുഷ്യന് മണ്ടിക്കരയേറുന്നു മോഹവും. ഒന്ന് കിട്ടിയാൽ തോന്നും ഇത് പോരാ, അത് വേണം, അത് വേണം, അത് വേണം. എത്രയൊക്കെ നമ്മൾ നേടിയെടുത്താലും, എത്രയൊക്കെ വാങ്ങിച്ചു കൂട്ടിയാലും, എത്രയൊക്കെ നമ്മൾ കഴിച്ചാലും മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മളൊരു ചോദ്യം ചോദിക്കേണ്ടതല്ലേ, ഇതുകൊണ്ടൊന്നും മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ മനുഷ്യന് സാധിച്ചില്ലെങ്കിൽ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നൊരു അനുഭവമുണ്ടോ? ആരെങ്കിലും ജീവിതത്തിൽ തൃപ്തരായിട്ടുള്ളവരുണ്ടോ? നമ്മൾ പൊതുവെ തൃപ്തിയായി എന്ന് പറയുന്നത് എപ്പോഴറിയോ? ഊണ് കഴിക്കുമ്പോഴാണ്. മതി ഇനി കാരണം അത്ര നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവില്ല, വയറത്രയും ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ പോവില്ല. അപ്പം നമ്മൾ പറയും ഇനി മതി, തൃപ്തിയായിന്ന്. അല്ല, എങ്ങനെയല്ലേ പറയുക? ആണോ? എന്നാലും നമ്മൾ അത്ര അങ്ങോട്ട് ഫുള്ളാവില്ല. മനസ്സിലൊരു കൊതിയുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പേസ് ഉണ്ടാവും അവിടെ, കുറച്ചുകൂടി ഒരു സ്പേസ്. ആരെങ്കിലും പറയണ അല്ലല്ല ഇത് അമ്പലപ്പുഴയിലെ പാൽപ്പായസം കുറച്ചെടുത്തോളൂ എന്ന്. നല്ലോണം പായസമൊക്കെ കഴിച്ചതാണ്, 2 ഗ്ലാസ് പായസമൊക്കെ കഴിച്ചതാണ്, ഇടിച്ചു പിഴിഞ്ഞ് പായസമൊക്കെ കഴിച്ചതാണ്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് സദ്യം കഴിഞ്ഞ് അവസാനം തൈരും കൂട്ടി അല്ലെങ്കിൽ മോരും കൂട്ടി ചോറ് കഴിഞ്ഞ് ഇതും പറഞ്ഞിരിക്കുന്ന ഒരാളോടാണ് പറയുന്നത് ഇത് അമ്പലപ്പുഴയിലെ പായസമാണ് എന്ന് പറഞ്ഞാൽ, അടുത്തടുത്തൊക്കെ വിളമ്പുമ്പം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ ആൾ പോലും എന്തു പറയും? കുറച്ച് തന്നോളൂ എന്ന്. ഇനിയിപ്പോൾ ലേശം ഒഴിച്ചാൽ പറയും അത്ര കുറയ്ക്കണ്ടെന്ന്, കുറച്ചുകൂടി ആവാം. അപ്പോൾ ആ സ്പേസ് ഉള്ളിലുണ്ട് എന്നർത്ഥം ഇല്ലേ? മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. അപ്പം മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ ഇന്ന് വരെ എന്തുകൊണ്ട് സാധിക്കും എന്നത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു തൃപ്തിയുള്ള മനസ്സ് വേണോ വേണ്ടയോ? പറയൂ. ഒരു കൃതാർത്ഥതയുള്ളൊരു മനസ്സ്, ധന്യതയുള്ളൊരു മനസ്സ് വേണോ? എന്താ ഇത് മിണ്ടാത്തത്? അത് അത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താ പറയുക, നമ്മൾ തൊട്ടടുത്തിലേക്ക് വീടിൻ്റെ അടുത്തൊക്കെ നോക്കുമ്പോൾ അവരെ വീട്ടിൽ ഇത്രയും സൗകര്യം, ഞാൻ ഈ വീട്ടിലിരുന്ന് എന്ത് സാറ്റിസ്ഫാക്ഷൻ. ഇനിയിപ്പോൾ പണവും സമ്പാദ്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അടുത്ത വീട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ മക്കളും പേരക്കുട്ടികളും കളിച്ചും മറിച്ചും ഒക്കെ ഇവിടെ ആരുമില്ല. ഇവിടെ ഈ TV നോക്കിയിരിക്കേണ്ട അവസ്ഥ. അപ്പം നമ്മൾ വിചാരിക്കുകയോ ഇതല്ല, അതാണ് സുഖം എന്നുള്ളത്. ആണോ? മനുഷ്യൻ പരസ്പരം താരതമ്യം ചെയ്യും, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് നോക്കും. ആണോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ആണോ അല്ലയോ? ഇക്കരെ നിൽക്കുമ്പം ഇപ്പോഴത്തെ കുട്ടികളെ പോലെയാണ്. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് തോന്നും ഈ കമ്പനിയല്ല, അടുത്ത കമ്പനിക്ക് പോകണമെന്ന്. അടുത്ത കമ്പനിയിൽ ചേരുമ്പോൾ തോന്നും പണ്ടത്തെ കമ്പനി എത്രയോ ഭേദമായിരുന്നു എന്ന്. ഒരു തമാശയായിട്ട് പറയും, ഒരുത്തൻ കല്യാണം കഴിച്ചിട്ട് ഭാര്യയായിട്ട് ഭയങ്കര പ്രശ്നം. ഭാര്യയാണെങ്കിലോ എവിടുത്തെ പാലക്കാടുകാരിയല്ല. അപ്പോൾ ടെറസ് കയറിയിട്ടാണ് ഭർത്താവിനെ ചീത്ത വിളിക്കുക. നാട്ടുകാർ മൊത്തം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഭാര്യയായിട്ട് ഒത്തുപോകുന്നില്ല. അയാൾ ഭാര്യയായിട്ട് വേർപിരിഞ്ഞ് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. ആ പെണ്ണാണെങ്കിൽ തെങ്ങ് കയറിയിട്ടാണ് ചീത്ത വിളിക്കുക. അപ്പോൾ ഇവൻ വിചാരിക്കുക ആദ്യത്തെ എത്രയും ഭേദമായിരുന്നു, ടെറസിൻ്റെ മുകളിൽ നിന്നല്ല എന്നെ ചീത്ത വിളിക്കുന്നുള്ളത്, ഇപ്പോഴുള്ള തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ചീത്ത വിളിക്കുന്നത്. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് വേറൊന്ന് പരീക്ഷിക്കുമ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ കൂടുക എന്നല്ലാതെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നത് കിട്ടുന്നവർ വളരെ
കുറവാണ്. അപ്പം എന്താണ് ജീവിതത്തെ തൃപ്തിയിലേക്ക് നയിക്കുന്നത്, ഒരു കൃതാർത്ഥതയിലേക്ക് നയിക്കുന്നത്? അതിനെന്താണ് വേണ്ടത്? അപ്പം അവിടെയാണ് നമുക്ക് ഭാഗവതം അതിഗംഭീരമായ ഒരു വഴി കാണിച്ചു തരുന്നത്. ശ്രീമദ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗത്തെ അറിഞ്ഞിരിക്കണം. ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത്, കൊണ്ടുപോകേണ്ടത്, അതിൻ്റെ ഡയറക്ഷൻ ഏതാണ്, ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി, വ്യക്തത നമുക്കുണ്ടാവണം. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ രണ്ട് വാക്കുകൾ, ഡയറക്ഷൻ, ക്ലാരിറ്റി. ഡയറക്ഷൻ ആൻഡ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മാർഗം, ക്ലാരിറ്റി പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു കൺവിക്ഷൻ, വ്യക്തത. ഇത് രണ്ടും നമുക്കുണ്ടോ? ഇത് രണ്ടും നമുക്കുണ്ടോ? ഇപ്പം നിങ്ങൾ രാവിലെ എണീക്കണോ, നിങ്ങൾ കുറേ നാമം ചൊല്ലുന്നു, പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുന്നു, കുറേ ചന്ദനത്തിരി കാണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തതയിലാണോ ഇത് ചെയ്യുന്നത്? അതോ ആരൊക്കെയോ പറഞ്ഞു, ആരൊക്കെയോ ചെയ്യുന്നു, അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? കാരണം പലപ്പോഴും നമ്മളിത് അറിയില്ല നമ്മൾ ചെയ്യുന്നത് വ്യക്തതയിലാണോ എന്നുള്ളത്. കാരണം നമ്മൾ കുറച്ച് ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വേറൊരു ദിവസം ഒരു സ്ത്രീ വന്നിട്ട് പറയാം, മീനാക്ഷി വന്നിട്ട് പറയാം, അയ്യോ ഇതിങ്ങനെയല്ല വെക്കേണ്ടത്, കൃഷ്ണനെ ഇങ്ങനെ ചരിച്ചു വയ്ക്കണം എന്ന്. നീ എന്താ ഇങ്ങനെ കൃഷ്ണനെ? അതോടുകൂടി സംശയമായി. അപ്പോൾ ദൈവമേ, ഇത്രയും ദിവസം കൃഷ്ണനെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് വല്ല പൊല്ലാപ്പും ഉണ്ടാവുമോ, കൃഷ്ണൻ വല്ല കുഴപ്പമുണ്ടാക്കുമോ, കൃഷ്ണൻ വല്ല ഉണ്ടാവുമോ? അങ്ങനെ സംശയമുള്ളവരില്ലേ? ആണോ അല്ലയോ? കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ ആ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ മറ്റുള്ളവർക്ക് പറ്റും. സംശയങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നെങ്കിൽ അതിനർത്ഥം നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് വേണ്ടത്ര വ്യക്തത, ഉറക്കെ പറയൂ, ഇല്ല എന്നർത്ഥം. ഇന്ന് നോക്കൂ, ചെറുപ്പക്കാരൊക്കെ ബാധിച്ചിരിക്കുന്നത് ഈ രോഗമാണ്. അവർക്ക് ജീവിതത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ അവർ പലരാലും സ്വാധീനിക്കപ്പെട്ടതുകൊണ്ട് അവരെ കൺഫ്യൂഷനാക്കാൻ എളുപ്പത്തിൽ സാധിക്കും. പെട്ടെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. നോക്കൂ, ഇന്നിപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഫസ്റ്റ് മെസ്സേജ് നിങ്ങളോട് കസ്റ്റംസിൽ നിന്നോ പോലീസിൽ നിന്നോ അല്ലെങ്കിൽ CBI ആണോ അല്ലെങ്കിൽ ഇതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജുകൾ വരുമ്പോൾ ഇതെല്ലാം സൈബർ കുറ്റവാളികളാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മെസ്സേജ്. എന്താ വരാൻ കാരണം? കാരണം മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ, സ്വാധീനിക്കാൻ പലർക്കും എളുപ്പത്തിൽ സാധിക്കുന്നതുകൊണ്ടാണ്. ആണോ? അല്ലെങ്കിൽ ആ മെസ്സേജിന് പ്രസക്തിയില്ലല്ലോ. എന്തിനാ ഇത്ര അധികം മെസ്സേജ്? കാരണം ഒരുപാട് ആളുകൾ വിക്റ്റിമാവാൻ തുടങ്ങി, എന്നിട്ടും വിക്റ്റിമാവുന്നു. ഇന്നലെയും നിങ്ങൾ പത്രത്തിൽ വായിച്ചു വരില്ലേ, ഒരു കാരണവരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സൂയിസൈഡ് ചെയ്തു. കാരണം അവരെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് കുറേ പൈസ തട്ടി, ഇനിയും അവരെ പോലീസിൽ ഏൽപ്പിക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അവർ ആത്മഹത്യ ചെയ്തു. ഈ തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, പേടിപ്പിക്കാൻ സാധിക്കുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? അവരവരുടെ ജീവിതത്തെക്കുറിച്ച് അവരവർക്കൊരു വ്യക്തത. അപ്പോൾ പോവേണ്ടുന്ന മാർഗത്തെക്കുറിച്ചും അതിന് വ്യക്തതയും ആവശ്യമാണോ അല്ലയോ? ആവശ്യമാണോ അല്ലയോ? പറയൂ. അല്ലെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരാൽ വളരെയധികം പ്രേരിതരാകും. അങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയാൽ, പ്രേരിതരായാൽ, മറ്റുള്ളവർ നമ്മളെ മെൻ്റലി നമ്മളെ സ്വാധീനിച്ചാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് ആരൊക്കെയോ നമുക്ക് കാണിച്ച വഴിയിലൂടെയാണ്, എനിക്ക് എൻ്റെതായ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അപ്പം ഭാഗവതത്തിൽ ആദ്യം തന്നെ തുടങ്ങണം നോക്കുക നിങ്ങൾ, ജന്മാദി എന്ന വാക്കിൽ നിന്നാണ്. ഈ ഭാഗവതം 12 സ്കന്ധങ്ങളും, ഞാനൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഭാഗവതത്തെക്കുറിച്ച് പറയുകയാണ്, കാരണം പലരും ആദ്യമായിട്ട് കേൾക്കുന്നവരും ഉണ്ടാവും. 12 സ്കന്ധങ്ങളും, 12 സ്കന്ധം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാവുമോ അറിയില്ല. ഒരു മരത്തെ സങ്കല്പിക്കുക, ഒരു മരം, അതിൽ 12 പ്രധാന ശാഖകൾ മനസ്സിൽ സങ്കല്പിക്കുക. ഇതിനെ സ്കന്ധം എന്ന് പറയും, ആ പ്രധാന ശാഖകളെ. ആ 12 സ്കന്ധങ്ങളിൽ 335 ചെറിയ ചെറിയ ശാഖകൾ മനസ്സിൽ കാണാം, കൊമ്പുകൾ. അപ്പോൾ 12 മെയിൻ കൊമ്പുകൾ, അതിൽ 335 ചെറിയ ചെറിയ കൊമ്പുകൾ. ഈ 335 കൊമ്പുകളിലും 18,000 ഇലകൾ.
എത്രേ? അപ്പോൾ സൗകര്യം. ഇപ്പം നമുക്ക് ഒരു മരം, അതിൽ 12 പ്രധാന കൊമ്പുകൾ, ആ 12 കൊമ്പുകളിൽ 335 ഇടചേർന്നിട്ടുള്ള ചെറിയ ചെറിയ കൊമ്പുകൾ. ആ കൊമ്പുകളിലെല്ലാം കൂടെ എത്ര? 18,000 ഇലകൾ. ഇതാണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? 12 സ്കന്ധങ്ങളും 335 അധ്യായവും 18,000 ശ്ലോകവും നിറഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ച ഒരു പുസ്തകമാണ് ഭാഗവതം. അപ്പോൾ ഭാഗവതം എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇത് ഓർമ്മ വരും. അപ്പോൾ ഈ 12 സ്കന്ധങ്ങളിൽ ഒന്നാമത്തെ സ്കന്ധം തുടങ്ങുന്നത് ജന്മാദ്യസ്യ യദോന്മയാദിതരതച്ച അർത്വേഷഭിജ്ഞസ്വരാൾ തേനെ ബ്രഹ്മഹൃത. ഈ ശ്ലോകം എല്ലാവരും ഒന്ന് പഠിച്ചു വയ്ക്കണം. ഇതിനെ ധ്യാന ശ്ലോകം, മംഗളശ്ലോകം എന്നൊക്കെ പറയും. ഈ ഒരു ശ്ലോകം തുടങ്ങുന്ന ഈ ശ്ലോകം ഇത് തന്നെയാണ് വ്യാസഭഗവാൻ ലാസ്റ്റ് ഭാഗവതത്തെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ഉപസംഹരിപ്പിക്കുമ്പോൾ കൊണ്ട് അവിടെയും എഴുതി വച്ചിരിക്കുന്നത്. അതായത് തുടക്കം എങ്ങനെയാണോ എക്സാക്ട്ലി ആ രീതിയിലല്ല, പക്ഷേ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ വാക്കുകൾ അതുപോലെ ഉപയോഗിച്ചില്ലെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചു, സത്യം പരം ധീമഹി എന്ന് ഉപയോഗിച്ചു. ആ ആശയത്തെ അതുപോലെ അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഏതാണ് ആ ധ്യാന ശ്ലോകം? ജന്മാദ്യസ്യ യദോന്വയാദിതരതച്ച അർത്വേഷഭിജ്ഞസ്വരാൾ തേനെ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തിയൽ സൂരയ തേജോ വാരിമതാമിതാ വിനിമയോ എത്ര ത്രിസർഗോമുഷ ധാമനാസ്വേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. ഈ ശ്ലോകമൊക്കെ പഠിച്ചു വെക്കണം നിങ്ങളെ. കാരണം ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഭാഗവതത്തെക്കുറിച്ചൊക്കെ പൊതുവേ നമ്മുടെ കുട്ടികളിലുള്ളൊരു ധാരണ, അവിടെ ഇപ്പം ഭാഗവത സപ്താഹമാണ് എന്ന് വെച്ചാൽ ആചാര്യന്മാരെന്തോ കഥ പറയുന്നു എന്നാണ് അവർ കരുതിയിരിക്കുന്നത്, അല്ലേ? ആണോ അല്ലയോ? എന്തോ, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുക എന്തോ തലയ്ക്ക് പിടി കിട്ടാത്ത സംസ്കൃതമാണ് അവർ ഉപയോഗിക്കുന്നത് എന്നാണ്. അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടായിരിക്കും പൊതുവെ ചെറുപ്പക്കാർ ഈ വിഷയത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വരാത്തത്. എന്നാൽ ഭാഗവതത്തെ നിങ്ങൾ ഭാഗവതത്തെ മനസ്സിലാക്കുകയും വേണം, പ്രചരിപ്പിക്കുകയും വേണം. നിങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ, വാട്സാപ്പുകളിലൊക്കെ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഒരു 10 പേർക്കെങ്കിലും നമ്മൾ ഈ ഒരു അറിവ് കൊടുത്താൽ അവർക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു കൺവിക്ഷൻ വരും. ഇപ്പം എന്താണ് ഭാഗവതം? ഭാഗവതം എന്ന് പറയുന്നത് എന്താണ്? ഈ കൃതി, ആദ്യത്തെ ആ ധാരണ തന്നെ മാറണം. ഭാഗവതം എന്ന് പറയുന്നത് ജീവിതത്തെ സമ്പൂർണ്ണമാക്കാൻ, സമ്പന്നമാക്കാൻ സഹായിക്കുന്ന ആത്മീയ കൃതിയാണ് ഭാഗവതം. ആൻസർ വളരെ സ്ട്രെയിറ്റാണ്. ജീവിതത്തെ സമ്പൂർണ്ണമാക്കാനും സമ്പന്നമാക്കാനും സഹായിക്കുന്ന ആത്മീയ കൃതിയാണ് ഇത്. അപ്പോൾ ഇതൊരു സ്റ്റോറിയല്ല എന്നർത്ഥം. നോക്കൂ, അതിൻ്റെ തെളിവ് എന്താണ്? ജന്മാദ്യസ്യ, ജന്മാദി, കൃഷ്ണൻ്റെ ജന്മത്തെക്കുറിച്ചല്ല പറയുന്നത്, അവതാരങ്ങളെ ജന്മത്തെക്കുറിച്ചല്ല പറയുന്നത്. അസ്യ ജന്മം, നമ്മുടെ ഓരോരുത്തരുടെയും ജന്മത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മുടെ ജന്മമാണ് ഭാഗവതത്തിൻ്റെ വിഷയം. അപ്പം നമ്മുടെ ജന്മം എന്താക്കി മാറ്റണം? നേരത്തെ പറഞ്ഞ പോലെ കൃതാർത്ഥമാക്കണം, സമ്പന്നമാക്കണം, സംതൃപ്തമാക്കണം, പവിത്രമാക്കണം. വേണ്ടേ? വേണ്ടയോ? അതിനാണല്ലോ എല്ലാവരും നെട്ടോട്ട് ഓടുന്നത്. പക്ഷെ അവസാനം നമ്മൾ ഓടിയെത്തി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പലതിലും ഓടിയിട്ടും മനസ്സിന് സംതൃപ്തിയല്ല ഉണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പലരുടെയും ആശയങ്ങളിൽപ്പെട്ട് അവസാനം ഒറ്റപ്പെടുന്നു, സംതൃപ്തിയില്ലാതെ പോകുന്നു, ഒരു കൃതാർത്ഥതയില്ലാതെ പോകുന്നു. ജീവിതത്തിൽ അവസാനം കുറേ ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളാണെങ്കിൽ ഇത്രയും കാലം ജീവിച്ചത് കൊണ്ട് എന്താ നേടിയെടുത്തത് പറയും നിങ്ങൾ? അപ്പം അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ആ കൃതാർത്ഥതയും ധന്യതയും സംതൃപ്തിയും 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്കല്ലേ പോകേണ്ടത്? ആണോ അല്ലയോ? ചില കുട്ടികളോട് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ക്ലാസ്സിൽ തീരെ പഠിക്കാത്തതാരാണെന്ന്. കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയോട് 8th പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, നിൻ്റെ ക്ലാസ്സിൽ എല്ലാവരും പഠിക്കുന്നവരാണോ? ഒരാൾ മാത്രം പഠിക്കാറില്ലേ സ്വാമി? അതാരാ? ടീച്ചർ മാത്രം എന്ന്. അതെന്താ? ടീച്ചർ ഇന്ന് വരെ പാസ്സായില്ല എന്നാണ്. ടീച്ചർ കുറേ കാലമായിട്ട് അതേ ക്ലാസ്സിൽ തന്നെയാണെന്നാണ്. ടീച്ചർ ഇതുവരെ ആ ക്ലാസ്സിൽ നിന്നും വേറെ ക്ലാസ്സിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ നോക്കൂ, 3rd-ലും 4th-ലും 5th-ലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ റിട്ടയർമെൻറ്റ് വരെ അതേ ക്ലാസ്സിൽ തന്നെയാണ് തുടരുക. അതിൻ്റെ അർത്ഥം പഠിക്കാത്തവരെ ഒരേ ഒരാളേ ഉള്ളൂ. ആര്? പഠിച്ചവരൊക്കെ എങ്ങനെയെങ്കിലും അടുത്ത ക്ലാസ്സിലേക്ക് അവരെല്ലാം
ഇല്ലേ, പ്രൊമോട്ട് ചെയ്തു പോകും. ടീച്ചറെ മാത്രം അവിടെ തന്നെ പ്രൊമോട്ടഡായിട്ട് അവിടെ തന്നെ ഇരിക്കണം. ഇപ്പം ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രൊമോട്ടഡായിട്ട് പോകണ്ടേ, മുന്നോട്ട് പോകണ്ടേ? അവസാനം കുറേ കഷ്ടപ്പാടും ദുരിതവും ദുഃഖങ്ങളും ആണെങ്കിൽ ആ ടീച്ചറുടെ അവസ്ഥയെക്കാളും കഷ്ടമല്ലേ ഇത്? ഇല്ലേ, നമ്മൾ ഡീപ്രൊമോട്ടഡായി പോകരുത്, അനുഗ്രഹീതരായി മാറണം. വേണോ വേണ്ടയോ? നിങ്ങൾ നോക്കൂ, ഞാൻ ഇന്ന് ചെറുപ്പക്കാരൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണത്. വളർന്നു വരും തോറും മെൻ്റലി സ്ട്രോങ് ആവുന്നവരെയാണോ കാണുന്നത്, മെൻ്റലി വീക്ക് ആവുന്നവരെയാണോ കാണുന്നത്? നിങ്ങൾ സത്യം പറയും. പാലക്കാടൊക്കെ നിങ്ങൾ കാണുന്നത് ആരെയാണ്? സ്ട്രോങ് ആവുന്നവരെയാണോ വീക്ക് ആവുന്നവരെയാണോ? സ്ട്രോങ് ആവുന്നവരെയാണോ കാണുക? പട്ടിയെ കാണും നിങ്ങൾ, വേറെ ആരും കാണില്ല. മനുഷ്യരെ കാണുന്നുണ്ടാവില്ല. ഈ റോട്ടിൽ അലഞ്ഞെറിഞ്ഞ് കിടക്കുന്ന പട്ടികൾക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെയാണോ അവസാനം നിങ്ങൾ കാണുന്നത്? പൊതുവേ ആണോ? പൊതുവേ നമ്മൾ അങ്ങനെയാണോ കാണുന്നത്? സത്യം പറയും. ഇല്ല എന്നല്ല, എക്സെപ്ഷണൽ എവിടെയുണ്ടാവും. പക്ഷെ ഭൂരിപക്ഷം ആളുകളും അവസാനം പരാതിക്കാരും പ്രശ്നക്കാരും പ്രയാസക്കാരും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ആണോ അല്ലയോ? ഓരോരോ ഹെൽത്ത് ഇഷ്യൂസ് പണ്ടത്തേക്കാളും കൂടുതലല്ലേ? ആണോ അല്ലയോ? അപ്പം മെൻ്റലി സ്ട്രോങ് ആവുന്നവരല്ല കാണുന്നത്. സാറ്റിസ്ഫാക്ഷൻ ഉള്ളവരെയാണോ കാണുന്നത്? ആണോ? അതുമല്ല. കാരണം കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും. അതുമല്ല, ഇന്ന് പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞാൽ ദൂരേക്ക് പോവുകയാണ്. നമ്മുടെ ഗവൺമെൻറ് നല്ലൊരു ഗവൺമെൻറ് ആയതുകൊണ്ട് ജോലി ഇവിടെ കിട്ടാത്തത് കൊണ്ട് അവരൊക്കെ മറ്റു നാടുകളിലേക്ക് കുടിയേറി പോവുകയാണ്. ഇത്രയും നല്ലൊരു നാട് വേറെ എവിടെയും ഉണ്ടാവില്ല. ഒരു മക്കളെയും നിലയ്ക്ക് നിർത്താത്തൊരു നാട്, ഒരു വീട്ടിലെന്ന് മക്കൾ കൂടെ ഇല്ലാത്തൊരവസ്ഥയാണ്. ആണോ അല്ലയോ? അല്ലെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളായിട്ട് ജനിക്കണം, 5, 8, 10 മക്കളുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പണ്ടത്തെ കാലത്ത് അതുകൊണ്ടാണ് അമ്മമാരൊക്കെ 5, 6 പ്രസവിച്ചത്. ഇന്നിപ്പം നമ്മുടെ അമ്മമാരൊക്കെ പ്രസംഗിക്കാൻ പോകണം, പ്രസവിക്കാൻ ആരുമില്ല. അതുകൊണ്ട് കുട്ടികളും ഇല്ല വീടുകളിൽ. ആകെ 2 അണ്ടയുള്ളൂ, 2 വഴിക്കാണ്. അച്ഛനും അമ്മയാണെങ്കിൽ വേറെ വഴിക്കുവാണ്. അല്ലേ? നോക്കൂ നിങ്ങൾ. ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ മെൻ്റൽ സ്ട്രെങ്ത് കുറവാണ്, സാറ്റിസ്ഫാക്ഷൻ കുറവാണ്. ബാഹ്യമായ എന്തൊക്കെ ഉണ്ടെങ്കിലും ഫിസിക്കലി മെൻ്റലി നമ്മൾ ഡൗണാണ്. സമ്മതിക്കുമോ നിങ്ങൾ? അല്ലേ? ശരിയല്ലേ ഇത്? ഫിസിക്കലി മെൻ്റലി ബാക്കി വീടുണ്ടാവും, അക്കൗണ്ടിൽ കാശുണ്ടാവും, കാറുണ്ടാവും, സൗകര്യം ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, മിക്സി നല്ലോണം ഉണ്ടാവും, ഗ്രൈൻഡർ ഉണ്ടാവും. ഒരുപക്ഷെ ഇന്നത്തെ മുഴുവൻ സാധന സാമഗ്രികളൊക്കെ മൈക്രോവൻ, എല്ലാ ടെക്നിക് സാധനങ്ങളും പുതിയ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാവും. കുട്ടികളതിലാണെങ്കിൽ അവരെ അതിൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും വീട്ടിലൊക്കെ. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. കുറവുള്ളത് എന്തിനാണ്? ആരോഗ്യം കുറഞ്ഞു വരും. മെൻ്റൽ സ്ട്രെങ്ത് വളരെ കുറഞ്ഞു വരും. അപ്പം ഇവിടെയാണ് നമുക്ക് ചോദിക്കേണ്ടത്, നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ട് ഒരു മെൻ്റലി നമ്മൾ ഇവോൾവ് ആയിട്ടില്ലെങ്കിൽ, ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ, അതിനർത്ഥം നമ്മൾ മനസ്സിനെ ഉയർത്തുന്ന ഒരു പാതയിലൂടെയല്ല ജീവിതത്തെ കൊണ്ടുപോയത്.